ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പലചരക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ പക്ഷികളെയൊക്കെ നമുക്ക് അടയിരുത്തി വിരിയിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വളർത്തു കോഴികളെ അടയിരുത്തി വിരിയിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ടും വളരെ പ്രതിസന്ധിയുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാറില്ല. ഒരുപാട് മുട്ടകളൊക്കെ നമുക്ക് വേസ്റ്റേജ് ആയി പോകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാർഷിക മേഖല കൂടിയാണ്, അല്ലെങ്കിൽ മൃഗസംരക്ഷണ മേഖല കൂടിയാണ് നമ്മുടെ ഈ കോഴി വ്യവസായം. അതുകൊണ്ട് തന്നെ പല ആളുകളും, വലിയ സാമ്പത്തിക ശേഷിയുള്ള ഫാമുകാരൊക്കെ വലിയ രീതിയിലുള്ള ഇൻക്യുബേറ്ററുകൾ നിർമ്മിച്ച് കോഴി മുട്ടകൾ വിരിയിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് സാധാരണക്കാരുടെ വീട്ടിൽ 1000 രൂപയിൽ താഴെ ചെലവിൽ നമുക്ക് ഒരു ഇൻക്യുബേറ്റർ നിർമ്മിക്കാം. അതായത് മുട്ട കോഴിയെ കൂടാതെ വിരിയിച്ചെടുക്കാൻ സംവിധാനം എന്നതാണ് ഇൻക്യുബേറ്ററിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്കൊരു 1000 രൂപയിൽ കുറവിൽ ചെലവിൽ നമുക്കൊരു ഇൻക്യുബേറ്റർ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും ഒരു ഇൻക്യുബേറ്റർ നിർമ്മിക്കുന്ന A to Z കാര്യങ്ങൾ നമ്മുടെ പ്രിയ സുഹൃത്ത് ഷിൻഡോ വളരെ കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്കൊരു ഇൻക്യുബേറ്റർ നിർമ്മിച്ച് നമ്മുടെ വീടുകളിൽ ചെറുകിട വ്യവസായ മാർഗം കൂടിയായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഇൻക്യുബേറ്റർ ആണ്. സിമ്പിളായിട്ട് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു കാർട്ടൺ ബോക്സ് ആണ്. കാർട്ടൺ ബോക്സ് ഒരു 2 അടി നീളവും 1 അടി വീതിയും വരുന്നൊരു കാർട്ടൺ ബോക്സ്. അതുപോലെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഹോൾഡർ, 60 വോൾട്ട് 60 വോൾട്ടിൻ്റെ ഒരു ബൾബ്, 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ, ഫെവിക്കോള്, ഡബിൾ സൈഡ് സ്റ്റിക്കർ, പിന്നെ വയറ്, ബൾബ് കണക്ട് ചെയ്യാനുള്ള വയറും അതിൻ്റെ ട്യൂബിൻ്റെ സാധനങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് വാങ്ങാൻ പുറമേ നമുക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു തെർമോസ്റ്റാറ്റ്. ഇത് ഇലക്ട്രിക്കൽ പാർട്സ് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകളിൽ ഈ സാധനം നമുക്ക് കിട്ടും. 12 വോൾട്ടിൻ്റെ തെർമോസ്റ്റാറ്റ്, 12 വോൾട്ടിൻ്റെ ഒരു ഫാന്, ചൂടിൻ്റെ അളവ് അറിയുന്നതിനുള്ള സെൻസർ, 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ. അതുപോലെ നമുക്ക് വേണ്ടത് ഒരു 1 ഇഞ്ചിൻ്റെ തെർമോക്കോൾ. നമുക്കൊരു 4 പീസ് തെർമോക്കോൾ വേണം. തെർമോക്കോൾ നമ്മൾ പെട്ടിയുടെ നമ്മളെടുത്ത കാർട്ടൺ ബോക്സിൻ്റെ അളവിനനുസരിച്ച് ഓരോ സൈഡിൻ്റെ അളവിനനുസരിച്ച് ഇതുപോലെ മുറിച്ചെടുക്കുക. ഓരോ പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. അതിനുശേഷം അത് ബോക്സിൽ ഇറക്കി വയ്ക്കേണ്ടത് രീതി കാണിച്ചു തരാം. കട്ട് ചെയ്തെടുത്ത തെർമോക്കോൾ ബോക്സിൻ്റെ അകത്ത് നല്ല ടൈറ്റായിട്ട് ഇറക്കാവുന്ന രീതിയിൽ ഇതുപോലെ ഇറക്കി വിടുക. നമ്മൾ കട്ട് ചെയ്ത് തെർമോക്കോൾ ബോക്സിൻ്റെ അകത്ത് ഇറക്കിയതാണ്. ഒരു സൈഡ് പോലും ഗ്യാപ്പില്ലാതെ ചൂടൊട്ടും പുറത്ത് പോകാത്ത രീതിയിൽ ഇറക്കിയ ഒരു വ്യൂ ആണിത്. നല്ലപോലെ ടൈറ്റായി 4 സൈഡും നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഇറക്കാം. നമ്മളിത് ഇതേപോലെ ഇവിടെ ഗ്യാപ്പ് ഒരു ഇഞ്ചോളം ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഇങ്ങനെ ഇടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇത് അടയ്ക്കുമ്പോൾ ചൂടൊട്ടും വെളിയിൽ പോകാതെ അടയ്ക്കുമ്പോൾ ഇത് സെറ്റായി കറക്റ്റ് സീറ്റിംഗ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒട്ടും ചൂട് നമുക്ക് ഇതിന്ന് വെളിയിൽ പോകില്ല. നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ ഫാൻ എടുക്കാം. ഫാനിൻ്റെ ഈ കേബിള് ഇത് കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതേപോലെ നമ്മുടെ അഡാപ്റ്ററിൻ്റെ പിന്നും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു റെഡ് വയർ ഉണ്ടാവും, അതിൻ്റെ അകത്തൊരു വൈറ്റ് 2 കളർ ഇതുണ്ടാവും. ഇതിൽ റെഡ് 2 കൂടി ഇതിങ്ങനെ ജോയിൻറ്റ് ചെയ്യുക, ബ്ലാക്കും വൈറ്റും കൂടി ഇത് ജോയിൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കണക്ഷൻ ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഈ തെർമോസ്റ്റാറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൽ അതിൻ്റെ അളവ് എഴുതിയിട്ടുണ്ട്. ഇതിൽ 12 വോൾട്ട് GMD അങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതിൽ നമ്മൾ ഫാനിൻ്റെയും അഡാപ്റ്ററും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഈ കേബിളിൽ ഈ 2 കേബിളുകളിൽ ഈ റെഡ് കേബിള് 12 വോൾട്ട് പ്ലസ് 12 വോൾട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. നമ്മളിത് ആ റെഡ് വയർ 12 വോൾട്ടിലും അതുപോലെ ബ്ലാക്ക് GND എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് 2 പോർട്ടിൽ നമ്മളിത് കണക്ട് ചെയ്യണം. ഇത് ടൈറ്റ് ചെയ്യാണ്, അതിൽ വെച്ച് ടൈറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് ടെസ്റ്റ്
ചെയ്ത് നോക്കാം. ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തെർമോസ്റ്റാറ്റിൽ റീഡിങ് കാണിക്കുന്നത്. റീഡിങ് ഇപ്പോൾ നില്ലാണ്. അത് നമ്മുടെ തെർമൽ സെൻസർ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മൾ ബൾബ് ഇടാൻ വേണ്ടി ബൾബ് അകത്തേക്ക് കടത്തുന്നതിനുള്ളൊരു ഇവിടെ ഒരു ഹോൾ ഇടുക, ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട്. അതിലൂടെ ബൾബിൻ്റെ വയറുകൾ നമ്മൾ അകത്തേക്ക് കടത്താം. ഈ ഹോൾഡർ ഒട്ടിക്കുന്നതിന് വേണ്ടി അതിൽ 2 ഹോൾട്ടതിന് ശേഷം ഒരു നൂൽക്കമ്പി എന്തെങ്കിലും ഇട്ട് ഒന്ന് കെട്ടി വയ്ക്കാം. ഫാനും നമുക്ക് ഇതിൽ ഉറപ്പിക്കാം. ഇതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ കെട്ടിയാൽ മതി. നമുക്ക് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് ഇതിൻ്റെ ഫാനിൻ്റെ വയർ നമുക്ക് ഇതേപോലെ പുറത്തേക്ക് എത്തിക്കണം. നമുക്ക് തെർമോസ്റ്റാറ്റിലേക്കുള്ള കണക്ഷനാണ്. നമുക്കിവിടെ തെർമോസ്റ്റാറ്റ് ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ നമുക്കിവിടെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാം. ശേഷം നമ്മൾ തെർമോസ്റ്റാറ്റിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണക്ഷൻസ് 12 വോൾട്ടിൻ്റെ രീതിയിലും ഗ്രൗണ്ടിലും GNDയിലും രണ്ടിലും അത് കണക്ട് ചെയ്യാണ്. അഡാപ്റ്ററും തെർമോസ്റ്റാറ്റും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ 12 വോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് റെഡ് വയറും GND എന്ന് എഴുതിയെടുത്ത് ഈ ബ്ലാക്ക് വയറും കണക്ട് ചെയ്തു. ഇത് നമ്മൾ ഹോൾഡറിൽ വരുന്ന 2 വയറുകളിൽ നമ്മൾ ഒരു വയർ ഏതെങ്കിലും ഒരു വയർ നമ്മൾ നടുവെ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഏതെങ്കിലും ഒരു വയർ കട്ട് ചെയ്ത് K0 K1 എന്ന് എഴുതിയിരിക്കുന്ന ഇതിൽ ഓരോ വയർ കണക്ട് ചെയ്യണം. ഇത് നമുക്ക് സെൻസർ കടത്തുന്നതിന് വേണ്ടി ഒരു ഹോൾ ഇടാം. അത് നമുക്കൊരു പകുതി ഭാഗം കഴിഞ്ഞതിന് ശേഷം ഒരു ഏകദേശം നടുഭാഗം കഴിഞ്ഞ് പകുതി ഭാഗത്തിന് ശേഷം നമുക്കൊരു ഹോൾ ഇടാം. ഇത് സെൻസർ കണക്ട് ചെയ്യാനായിട്ട് ഇത് പോർട്ടാണ്. പോർട്ടിലേക്ക് ഇൻ ചെയ്താൽ മതി. നമ്മൾ ബൾബ് ഇട്ടു, ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, സെൻസർ വെച്ചിട്ടുണ്ട്, തെർമോസ്റ്റാറ്റ് സാധനങ്ങൾ നമ്മളിവിടെ ഏകദേശം ഓക്കെയാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഹോൾഡറിൻ്റെ ട്യൂബിൻ പ്ലഗ് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. 27.5 ഇപ്പോൾ അകത്തെ ടെമ്പറേച്ചർ കാണിച്ചിരിക്കുന്നത്. അത് തെർമോക്കോൾ വെച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ മാറുന്നത്.
നമുക്കിതിൽ റീഡിങ് കാണാം. ഇപ്പോൾ 33.3 നമുക്ക് കോഴിമുട്ട നമ്മൾ വയ്ക്കുമ്പോൾ 37.5 37.2 തൊട്ട് 37.5 വരെയുള്ള ടെമ്പറേച്ചറിലാണ് വയ്ക്കുന്നത്. 37.2 എത്തുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇൻക്യുബേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അതേപോലെ 37.5 അകത്ത് ചൂട് വന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. നമുക്കിതിൽ കാണാം. നമുക്കൊന്ന് ഈ കുറച്ച് ഇരുട്ടുള്ള ഭാഗത്തേക്ക് മറയിൽ കാണാം. റൂമിനകത്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് റൂമിലേക്ക് വെച്ചിട്ടുണ്ട്, റൂമിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും റീഡിങ്, അകത്തെ ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിൽ റീഡിങ് മാറുന്നത് കാണാം. 36.8 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഇത് 37.5 ആകുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവും. 37.5 ഓട്ടോമാറ്റിക് അത് കട്ടായിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കുറയും. നമ്മളിപ്പോൾ അത് തുറന്നു വെച്ചേക്കാണ്. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് 37.2 ഓട്ടോമാറ്റിക് ഓൺ ആവും. നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ നമ്മുടെ ഇൻക്യുബേറ്റർ റെഡിയാണ്, ഫങ്ഷൻ ചെയ്യുന്നത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു ഹ്യൂമിഡിറ്റി, ഇതിൻ്റെ അകത്തെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കണം. അത് ബൾബിനടിയിലായിട്ട് ഏകദേശം വെള്ളം വെച്ചതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണി നമുക്കിതിൽ അകത്ത് വയ്ക്കാം. അകത്തൊരു കോട്ടൺ തുണി വെച്ചതിന് ശേഷം നമുക്ക് മുട്ട വയ്ക്കാം. മുട്ട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മുട്ട വയ്ക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു വര ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്യുക. നീളത്തിലൊരു മാർക്ക് ചെയ്തതിന് ശേഷം വയ്ക്കുക. ഇത് ഡെയിലി എല്ലാ ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ടും ഇത് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കണം. ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തും കിട്ടുന്നതിന് വേണ്ടി നമ്മളിത് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാർക്കിട്ട് ഇങ്ങനെ വയ്ക്കുക. ശേഷം ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 40 മേളിൽ 50ഓളം മുട്ടകൾ ഏകദേശം നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. 50 മുട്ടയോളം വയ്ക്കാം. ഇതൊരു ട്രയലാണ്. ഇത് ഞങ്ങൾ വെച്ചിട്ടില്ല, മുട്ട വയ്ക്കുന്നില്ല ഇപ്പോൾ. ഇതൊരു ട്രയലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വെച്ചതാണ്. 3 മുട്ട വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻക്യുബേറ്റർ. ഇന്ന് വയ്ക്കുന്ന മുട്ട വിരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ രണ്ടാം ഭാഗം ഞങ്ങൾ വിശദമായി ഇതിൻ്റെ മുട്ട വയ്ക്കുന്ന രീതികളും എല്ലാം വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.